ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ നാമ്പൂളങ്ങര എന്ന് പറയും, കായംകുളം ആണ്. കായംകുളത്തിന് മുമ്പായിട്ട് കറ്റാനം എന്ന് പറയുന്ന ജംഗ്ഷൻ വരും. കറ്റാനത്ത് നിന്നും ഒരു 1/2 കിലോമീറ്റർ വരുമ്പോൾ തന്നെ തഴവാമുക്ക് എന്ന് പറയുന്നൊരു ജംഗ്ഷനുണ്ട്. ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പോകുമ്പോഴാണ് ഈ ഗോഡൗൺ. ഇവിടെ അടിപൊളി ഒരു കാഴ്ചയുണ്ട്. അരി കഴിക്കാൻ വരുന്ന ഇവിടെ ഒരു റേഷൻ കടയുണ്ട്, അവിടുന്ന് അരി ഇട്ട് കൊടുക്കും. അത് കഴിക്കാൻ വേണ്ടി വരുന്ന ഇണപ്രാവുകളാണ് ഗൈസ്. നമ്മൾ ആ കാഴ്ചയെ കണ്ടിട്ട് നേരെ തിരുനെൽവേലിയിലേക്ക് ലോഡ് എടുക്കാൻ പോകുന്ന വഴിക്ക് എസ്പെൻഡ്, നമ്മൾ ആര്യങ്കാവ് കഴിഞ്ഞിട്ട് എസ്പെൻഡിൽ, പുളിയർക്ക് മുമ്പായിട്ടുള്ള എസ്പെൻഡിൽ നമ്മുടെ ഒരു കമ്പനി വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടപ്പുണ്ട്. പുള്ളി ലോഡുമായിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു വഴി ഇറങ്ങി നടന്നപ്പോൾ ഇവിടെ ചക്കയൊക്കെ വിൽക്കാൻ മേടിച്ചിരിക്കുന്നു. അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ കിലോ 30-35 രൂപ ആ റേറ്റിലാണ് ചക്ക അവർ വിൽക്കുന്നത്. നമുക്കത് മേടിക്കേണ്ട ആവശ്യമില്ല, ഇവിടെയുള്ള ആൾക്കാർ ഒരുപാട് വാങ്ങാറുണ്ട്. അപ്പം നമുക്കത് ആവശ്യമില്ല. നമ്മൾ വന്നത് ചക്ക വാങ്ങാനല്ല, നമ്മുടെ വണ്ടി ഇവിടെ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നു, അതൊന്ന് രക്ഷിച്ച് വിടണം. പുള്ളി വണ്ടിയിൽ എയർ ഫുള്ള് ഇറങ്ങിപ്പോയിട്ട് ബാക്കിലോട്ട് ഇറങ്ങി വരും. അപ്പോൾ നമ്മളൊരു വലിയ രണ്ട് കല്ലെടുത്ത് വെച്ച് അടയായിട്ട് വെച്ച് വണ്ടി മറ്റു വണ്ടികൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു ക്രോസാണ് വണ്ടി കിടക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, താഴെ നിന്ന് ഇറങ്ങി വരുന്ന വണ്ടികൾ ബെൻഡാവാൻ പാടാണ്. ബെൻഡാവാൻ ഒന്ന് റിവേഴ്സ് വെച്ച് ബാക്കിലോട്ട് എടുത്തതിന് ശേഷം വണ്ടി നേരെ ഇറങ്ങി വരത്തുള്ളൂ. നമ്മുടെ വണ്ടി ഒരു 140 എന്ന് പറയുന്ന വണ്ടിയാണ്. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് പറ്റുന്ന രീതിയിൽ ഹെൽപ്പൊക്കെ ചെയ്തതിന് ശേഷം നേരെ വന്ന് ഒരു ലോഡ് എടുത്തിട്ട് തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾ ആലങ്കുളം കഴിഞ്ഞ് വിനായക എന്ന് പറയുന്നൊരു ഹോട്ടലുണ്ട്. ഞങ്ങൾ ഈ ഹോട്ടൽ മുമ്പും കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ മിക്ക ഡ്രൈവർമാർ ഇവിടെയാണ് കയറുന്നത്. നമ്മുടെ കമ്പനി വണ്ടികൾ 4 എണ്ണം അവിടെ പാർക്കിങ്ങിൽ ഇറക്കിയിട്ടുണ്ട്. പിന്നെ 2 വണ്ടികൾ ഇവിടെ വെളിയിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ 2 വണ്ടികൾ ലോഡുമായിട്ട് വന്നിട്ടുണ്ട്. ഇവർ കിടന്നുറങ്ങിയിട്ടൊക്കെ രാവിലെ എണീറ്റ് വന്നതാണ്. അപ്പം നമ്മൾ നൈറ്റ് തന്നെ ഓടിപ്പോയി ഒരു ലോഡ് എടുത്തായിരുന്നു. എന്നിട്ട് രാവിലെ നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോവുകയാണ്. ഇതാണ് നമ്മളെ പഴയ വണ്ടി 9454. ഇപ്പോൾ പ്രശാന്താണ് ഓടിക്കുന്നത്. പ്രശാന്തിനെ ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്കെല്ലാം അറിയാം. ഈ നിൽക്കുന്നത് സതീഷ്, അച്ചു, വിഷ്ണു. ഈ സതീഷും വിഷ്ണുവും കഴുതുരുട്ടിയുള്ളതാണ്. അച്ചു നമ്മളവിടെ പിറവന്തൂരുള്ളതാണ്. വിഷ്ണുവിനെ നാണം വീഡിയോ എടുക്കുമ്പം. നമ്മൾ പ്രശാന്ത് ഇവിടെ, ഇതാണ് പ്രശാന്ത്, നമ്മുടെ 9757 ഓടി. ഇപ്പോൾ 9757 സാരഥി പ്രശാന്താണ്. പ്രശാന്ത് ബണ്ണും ചായയും കുടിക്കുക, എനിക്ക് വേണമെന്നോ ചോദിക്കുന്നത്. നമ്മളും കുടിക്കാൻ വേണ്ടി വന്നതാണ്. സമയമുണ്ട്, അതിന് മുമ്പ് ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ 4 വണ്ടി ഇവിടെ നിരത്തിയിട്ടുണ്ട്. 3 ഭാരത് ബെൻസും ഒരു ലൈലാൻഡും ഉണ്ട്. എല്ലാം 12 കിലോയാണ് ഗ്യാസ്. അങ്ങനെ ഒരു ചായ കുടിച്ചിട്ട് ബാത്റൂമിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ രാവിലെ ഒതുക്കിയതാണ്. ഇവിടെ അടിപൊളി ബാത്റൂമാണ്. നമുക്കിവിടെ ഈ റൂട്ടിലുള്ളതിൽ വെച്ചിട്ട് അടിപൊളി ബാത്റൂമാണ്, അടിപൊളി ഹോട്ടലുമാണ്. ഇവിടുത്തെ ഫുഡെല്ലാം ഫ്രഷ് ആയിരിക്കും, ചൂടോടായിരിക്കും. നമ്മൾ പറയുമ്പോൾ അത് ഓർഡർ എടുത്തതിന് ശേഷമാണ് അവർ അത് ചെയ്ത് നമുക്ക് തരുന്നത്. അതുകൊണ്ട് ഈ റൂട്ട് പോകുന്നവർ ആലങ്കുളത്തിന് മുമ്പായിട്ട് വിനായക ഹോട്ടൽ അവിടെ കയറിയിട്ട് പോവുക. നല്ല ഫുഡും ബാത്റൂം കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് ഫ്രഷ് ആവാനും വരെ നിറച്ച് ആഹാരം കഴിക്കാനും അടിപൊളി ഹോട്ടലാണ്. ഹോട്ടലിനെ കുറിച്ചൊന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. വിനായക ഹോട്ടൽ, കേരള ഹോട്ടൽ എന്നും അതിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓണർ കേരളക്കാരനാണെന്നാണ് തോന്നുന്നത്. നമുക്ക് അതിനെപ്പറ്റി നല്ല രീതിക്ക് അറിയത്തില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് ചായ കുടിച്ചിട്ട് നേരെ ഓടി വന്ന് നമുക്കൊരു കടയിൽ ലോഡിറക്കാനായിട്ട് കിട്ടി. അങ്ങനെ ആ കടയിൽ നമ്മൾ ലോഡിറക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പെട്ടെന്ന് തന്നെ തീരുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടെ പിടിച്ചിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ 14 വീല് വണ്ടിയായതുകൊണ്ട് നല്ല നീളമുണ്ട്, റോഡിനും വീതിയില്ല. അവിടെ ആണെങ്കിൽ വഴിയിൽ കട്ടയും ചുടുകട്ടയൊക്കെ നിരത്തി വെച്ചേക്കാണ് ഗൈസ്. ഒരു വിധം നമ്മളെങ്ങനെയാണ്ടൊക്കെ റിവേഴ്സ് എടുത്ത് കയറ്റിയിട്ട് ഗൈസ്. ഇവിടെ ഒരു മാവും നിൽപ്പുണ്ട്. കറക്റ്റ് സൈഡ് നോക്കിയിട്ടില്ലെങ്കിൽ പണി കിട്ടും ഗൈസ്. നമ്മൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ടാസ്കൊക്കെ കഴിഞ്ഞ് ലോഡ് ഇറക്കി നേരെ തിരുനെൽവേലി ഫാക്ടറിയിലേക്ക് പോവുകയാണ്. അപ്പം 4 വരി പാതയിൽ നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തുകയാണ് ഗൈസ്. മഴ ചാറുന്നുണ്ട്, നല്ല അടിപൊളി ക്ലൈമറ്റാണ്. നമ്മളപ്പോൾ ഇവിടെ ഒന്ന് 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഇരുന്ന് ഫോണിലൊക്കെ കളിച്ചിട്ട് പതുക്കെ പോകാമെന്ന് വിചാരിച്ച്. പോയിട്ടും വലിയ പ്രയോജനമില്ല, വണ്ടിക്ക് ഇച്ചിരി പണിയുണ്ട്. അപ്പോൾ രാവിലെ നമ്മളത് വണ്ടിയുടെ പണിയൊക്കെ ചെയ്തിട്ട് ഉച്ചയ്ക്ക് ലോഡ് എടുക്കാമെന്ന് വിചാരിച്ച്. പണിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നൈറ്റ് തന്നെ ഓടിപ്പോയി ലോഡ് എടുക്കും. ഇപ്പോൾ അൾട്രയും ശങ്കറും ഉണ്ടായതുകൊണ്ട്
നൈറ്റ് ആയാലും പകലായാലും എപ്പോഴും ലോഡ് കയറുന്നുണ്ട്. നമുക്ക് ഹാൾട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓടി ഓടി നിന്നാൽ ഓടി ഓടി ഇടപെടാൻ നമുക്കൊരാഴ്ച 4-5 ട്രിപ്പൊക്കെ എടുക്കാം. അതല്ല ഉഴപ്പാണെങ്കിൽ 2 ട്രിപ്പിലേക്ക് ഒതുങ്ങും. മിനിമം ഒരു 3 ട്രിപ്പെങ്കിലും എടുക്കണം.